ഹായ് വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. ഇന്ന് നമ്മൾ ജി കെയിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ജി കെന്ന് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള 50 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നുണ്ട്. സാധാരണ നമ്മൾ ജി കെയിലെ സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ബേസിക് ഫാക്ട് കേരളയുടെ അത് ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ സ്പോർട്സ്, ഇപ്പോൾ ഏതെങ്കിലും സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വേർഡോ അല്ലെങ്കിൽ ഒരു ട്രോഫിയുടെ പേരോ ചോദിച്ചിട്ട് അത് ഏത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഈ അടുത്തിടെ എന്തെങ്കിലും ഒരു ഗെയിമോ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് നടന്ന സ്ഥലങ്ങൾ, അതിലേത് ടീമാണ് വിജയിച്ചത്, അങ്ങനെയുള്ളത് ചോദിക്കാറുണ്ട്. പിന്നെ സയൻസ് ഭാഗങ്ങളിൽ നിന്നും നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള 50 ക്വസ്റ്റ്യൻസ് ആണെന്ന് പറയുന്നത് കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ സുപ്രീം കമാൻഡർ ഓഫ് ദ ആംഡ് ഫോഴ്സസ് ഓഫ് ഇന്ത്യ. ആംഡ് ഫോഴ്സസ് ഓഫ് ഇന്ത്യയുടെ സുപ്രീം കമാൻഡർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ പ്രസിഡൻ്റ് ആണ്. ഓക്കെ, സുപ്രീം കമാൻഡർ ഓഫ് ആംഡ് ഫോഴ്സസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ വാസ് നോൺ ആസ് ദ അയൺ മാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതുപോലെ ഓരോ ടേം ഉണ്ടല്ലോ ഓരോരുത്തരെ അറിയപ്പെടുന്ന, അത് മിക്കവാറും ചോദിക്കാറുണ്ട്. അപ്പോൾ അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ, അദ്ദേഹമാണ് അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പേഴ്സൺ ഹു വാസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഫോർ 2 കോൺസിക്യൂട്ടീവ് ടേം. 2 കോൺസിക്യൂട്ടീവ് ടേമിലേക്ക് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നത് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 കോൺസിക്യൂട്ടീവ് ടേമിലേക്ക് പ്രസിഡന്റ് ആയിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 2 കോൺസിക്യൂട്ടീവ് ടീമിലേക്ക് അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബർത്ത് പ്ലേസ് ഓഫ് ഫോർമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ശ്രീ KR നാരായണൻ. നമ്മുടെ ഫോർമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് KR നാരായണൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബർത്ത് പ്ലേസ് എവിടെയായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോട്ടയമാണ് അതിൻ്റെ ആൻസർ. കോട്ടയമായിരുന്നു അദ്ദേഹത്തിൻ്റെ ബർത്ത് പ്ലേസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ വേർ ഇംഗ്ലീഷ് ഈസ് ദ ഒഫീഷ്യൽ ലാംഗ്വേജ്. ഇംഗ്ലീഷ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഇന്ത്യയിലെ സ്റ്റേറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നാഗാലാൻഡ് ആണ്. ഓക്കെ, ഇന്ത്യയുടെ സ്റ്റേറ്റുകളെ പറ്റി ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഡിസ്ട്രിക്റ്റുകളെ പറ്റിയും ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ മുൻ വർഷത്തെ ചോദ്യങ്ങളിലൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്മോളസ്റ്റ് ടെറിട്ടറി ഇൻ ഇന്ത്യ. യൂണിയൻ ടെറിട്ടറി ഇൻ ഇന്ത്യ. യൂണിയൻ ടെറിട്ടറിയിൽ ഏറ്റവും സ്മോളസ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്മോളസ്റ്റ് ആയിട്ടുള്ളത് ലക്ഷദ്വീപാണ്. സ്മോളസ്റ്റ് ആയിട്ടുള്ളത് സ്മോളസ്റ്റ് യൂണിയൻ ടെറിട്ടറി ഇൻ ഇന്ത്യ ലക്ഷദ്വീപാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ഡിസ്ട്രിക്റ്റ് ഇൻ ഇന്ത്യ ഹാവിങ് നോ ലാൻഡ്ലെസ് പീപ്പിൾ. ഇന്ത്യയിൽ ലാൻഡ്ലെസ് പീപ്പിൾ ഇല്ലാത്ത ഡിസ്ട്രിക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കേരളത്തിലെ ഒരു ഡിസ്ട്രിക്റ്റാണ്, കണ്ണൂരാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യാസ് ഫസ്റ്റ് സോയിൽ മ്യൂസിയം ഇൻ ഡാഷ് ഡിസ്ട്രിക്റ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ സോയിൽ മ്യൂസിയം എവിടെയാണെന്ന്. അതും നമ്മുടെ കേരളത്തിലാണ്, ട്രിവാൻഡ്രമാണ്, തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സോയിൽ മ്യൂസിയം ഉള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇനി കേരളത്തിനെ പറ്റി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഹു വാസ് ദ ഫസ്റ്റ് ഗവർണർ ഓഫ് കേരള. ഇത് മിക്കവാറും ചോദിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു എന്നുള്ളത്. അത് B. രാമകൃഷ്ണ റാവു ആണ്. B. രാമകൃഷ്ണ റാവു, അദ്ദേഹമാണ് കേരളത്തിൻ്റെ ഫസ്റ്റത്തെ ഗവർണർ. ഓക്കെ, ഫസ്റ്റ് വുമൺ ഗവർണർ ഇൻ കേരള. കേരളത്തിലെ ആദ്യത്തെ വുമൺ ഗവർണർ. ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത് B. രാമകൃഷ്ണ റാവു ആയിരുന്നു. അതുപോലെ ആദ്യത്തെ വുമൺ ഗവർണർ ആരാണെന്ന്. ആദ്യത്തെ വുമൺ ഗവർണർ എന്ന് പറയുന്നത് ജ്യോതി വെങ്കടാചലം.
ജ്യോതി വെങ്കടാചലമാണ് ആദ്യത്തെ വുമൺ ഗവർണർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് മലയാളി ഹൂസ് പിക്ചർ അപ്പിയർഡ് ഇൻ ദ പോസ്റ്റ് ഓഫീസ് സ്റ്റാമ്പ്. ഇതും ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യമായിട്ട് ഈ പോസ്റ്റ് ഓഫീസ് സ്റ്റാമ്പിൽ വന്നത് ആരാണെന്നുള്ളത്. അതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവാണ് ആദ്യമായിട്ട് ഒരു മലയാളി ഒരു പോസ്റ്റ് ഓഫീസ് സ്റ്റാമ്പിൽ വന്നിരിക്കുന്ന ആദ്യത്തെ മലയാളി എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഫസ്റ്റ് മലയാളി റെസിപ്പിയൻ ഓഫ് ജ്ഞാനപീഠം അവാർഡ്. ജ്ഞാനപീഠം അവാർഡ് കിട്ടിയ ആദ്യത്തെ മലയാളി. ഇതും പ്രീവിയസ് ഇയറിൽ 2-3 പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ജ്ഞാനപീഠ അവാർഡ് കിട്ടിയ മലയാളി ആരാണെന്നുള്ളത്. ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പാണ് ആദ്യത്തെ ജ്ഞാനപീഠ അവാർഡ് കിട്ടിയ മലയാളി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ മോസ്റ്റ് പോപ്പുലേറ്റഡ് ഡിസ്ട്രിക്റ്റ് ഇൻ കേരള. ഇത് കേരളത്തിൻ്റെ ബേസിക് ഫാക്റ്റുകൾ, ഡിസ്ട്രിക്റ്റിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഏറ്റവും പോപ്പുലേറ്റഡ് ഡിസ്ട്രിക്റ്റ് ഏതാണ്? മലപ്പുറമാണ്. മലപ്പുറമാണ് പോപ്പുലേറ്റഡ് ഡിസ്ട്രിക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്ട്രിക്റ്റ് ഹാവിങ് ലാർജസ്റ്റ് നമ്പർ ഓഫ് താലൂക്ക്. ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള ഡിസ്ട്രിക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ളത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഏറ്റവും കൂടുതൽ താലൂക്ക് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്ലേസ് വെയർ പാഡി ഈസ് കൾട്ടിവേറ്റഡ് ബിലോ സീ ലെവൽ ഇൻ കേരള. സീ ലെവലിന് താഴെ പാഡി കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്ഥലം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേരളത്തിൽ. ഇതിൻ്റെ ആൻസർ അറിയാലോ, കുട്ടനാടാണ് ഇതിൻ്റെ ആൻസർ. ഇതും ഒരു റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സീ ലെവലിന് താഴെയുള്ള കേരളത്തിലെ പ്രദേശം ഏതാണ്, അല്ലെങ്കിൽ ഈ പാഡി കൾട്ടിവേറ്റ് ചെയ്യുന്ന സീ ലെവലിന് താഴെയുള്ള പ്ലേസ് ഏതാണെന്നുള്ളത്. കുട്ടനാടാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ഡിസ്ട്രിക്റ്റ് ഇൻ കേരള ഹാവിങ് മാക്സിമം ഇറിഗേഷൻ പ്രോജക്റ്റ്. മാക്സിമം ഇറിഗേഷൻ പ്രോജക്റ്റ് ഉള്ള കേരളത്തിലെ ഡിസ്ട്രിക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ കൊല്ലമാണ്. കൊല്ലം. മാക്സിമം ഇറിഗേഷൻ പ്രോജക്റ്റ് ഉള്ള ഡിസ്ട്രിക്റ്റ് കൊല്ലം. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ഡിസ്ട്രിക്റ്റ് ഫോംഡ് ഇൻ കേരള. കേരളത്തിൽ ഫോം ചെയ്ത ലാസ്റ്റ് ഡിസ്ട്രിക്റ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാസർഗോഡാണ് കേരളത്തിൽ ലാസ്റ്റ് ഫോം ചെയ്ത ഡിസ്ട്രിക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് പോസ്റ്റ് ഓഫീസ് ഇൻ കേരള എസ്റ്റാബ്ലിഷ്ഡ് അറ്റ്. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് എവിടെയായിരുന്നു എസ്റ്റാബ്ലിഷ് ചെയ്ത് എവിടെയായിരുന്നു? ആലപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിസ്ട്രിക്റ്റ് ഇൻ കേരള ഹാവിങ് മോർ അയൺ ഡെപ്പോസിറ്റ്. കേരളത്തിൽ ഏത് ഡിസ്ട്രിക്റ്റിലാണ് കൂടുതൽ അയൺ ഡെപ്പോസിറ്റ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അയൺ ഡെപ്പോസിറ്റ് ഏറ്റവും കൂടുതലുള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഡിസ്ട്രിക്റ്റ് ഇൻ കേരള ഹാസ് ദ ഹയസ്റ്റ് ഫോറസ്റ്റ് കവർ ഓഫ് 83.3%. ഏറ്റവും ഹയസ്റ്റ് ഫോറസ്റ്റ് കവർ ഉള്ള കേരളത്തിലെ ഡിസ്ട്രിക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? വയനാടാണ് ഹയസ്റ്റ് ഡിസ്ട്രിക്റ്റ് കവറുള്ള കേരളത്തിലെ ഡിസ്ട്രിക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഔട്ട് ഓഫ് ദ 14 ഡിസ്ട്രിക്റ്റ് ഇൻ കേരള ഡാഷ് ഡിസ്ട്രിക്റ്റ് ആർ ഹാവിങ് കോസ്റ്റൽ ലൈൻ. 14 ഡിസ്ട്രിക്റ്റുകളിൽ കോസ്റ്റൽ ലൈൻസ് ഉള്ള ഡിസ്ട്രിക്റ്റ് എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? 9 ആണ്. 14 ഡിസ്ട്രിക്റ്റിൽ 9 എണ്ണത്തിൽ കോസ്റ്റൽ ലൈൻസ് ഉണ്ട്. ബാക്കിയുള്ളതിനാണ് കോസ്റ്റൽ ലൈൻസ് ഇല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓൺലി ഡിസ്ട്രിക്റ്റ് ഇൻ കേരള ദാറ്റ് ഷെയർസ് ബോർഡർ വിത്ത് കർണാടക ആൻഡ് തമിഴ്നാട്. കർണാടകയും തമിഴ്നാടുമായിട്ടും ബോർഡർ ഷെയർ ചെയ്യുന്ന കേരളത്തിൻ്റെ ഒരേ ഒരു ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന്. തമിഴ്നാടുമായിട്ടും കർണാടകമായിട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. ഏതാണ്? വയനാട്. അപ്പോൾ വയനാടിനെ പറ്റിയിട്ട് ഇപ്പോൾ മുമ്പ് ക്വസ്റ്റ്യൻസ് വന്നിരുന്നത് ഏറ്റവും കൂടുതൽ എന്താണ് വനം ഉള്ളത്
പെർസെൻറ്റേജ് ഇത്ര പെർസെൻറ്റേജ് വനമുള്ളത് എവിടെയാണ്? വയനാടാണ്. പിന്നെ അതുപോലെ തന്നെ കേരളവും കർണാടകയും തമിഴ്നാടുമായിട്ടും ബോർഡർ പങ്കിടുന്ന കേരളത്തിലെ ഓരോരോ ഡിസ്ട്രിക്റ്റും ഏതാണ്? വയനാടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കേരള ഈസ് പാർട്ട് ഓഫ് ഡാഷ് റെയിൽവേ സോൺ. കേരള ഏത് റെയിൽവേ സോണിൻ്റെ പാർട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൗത്ത് റെയിൽവേ സോണാണ്. കേരളം സൗത്തിലാണല്ലോ, ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ കേരളം സൗത്ത് പൊസിഷനിലാണ്. അത് കാരണം സൗത്ത് റെയിൽവേ സോണാണ് കേരളം. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ലാർജസ്റ്റ് റിവർ ഇൻ കേരള. കേരളത്തിലെ ലാർജസ്റ്റ് റിവർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലാർജസ്റ്റ് റിവർ പെരിയാറാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ലാർജസ്റ്റ് ലേക്ക് ഇൻ കേരള. കേരളത്തിലെ ലാർജസ്റ്റ് ലേക്ക് വേമ്പനാടാണ്. കേരളത്തിലെ ലാർജസ്റ്റ് ലേക്ക് വേമ്പനാട്ട് കായൽ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് മലയാളം ന്യൂസ് പേപ്പർ. ആദ്യത്തെ മലയാളം ന്യൂസ് പേപ്പർ രാജ്യസമാചാരം. രാജ്യസമാചാരമാണ് ആദ്യത്തെ മലയാളം ന്യൂസ് പേപ്പർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗീവ്സ് ദ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ആസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ഫണ്ടമെൻ്റൽ റൈറ്റിൽ വന്നിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ആർട്ടിക്കിൾ അനുസരിച്ചിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയത് ഏതാണ്? ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 19(1)(c). അതനുസരിച്ചിട്ടാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ഫണ്ടമെൻ്റൽ റൈറ്റ് ആയത്. ആർട്ടിക്കിൾ 19(1)(c). അടുത്ത ക്വസ്റ്റ്യൻ, ദ റെലവൻറ്റ് ആർട്ടിക്കിൾ ഇൻ ദ കൺസൾട്ടേഷൻ ഓഫ് ഇന്ത്യ കണ്ടക്ട് വിത്ത് പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ. പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ, ബാലവേല നിരോധിച്ചുകൊണ്ടുള്ള നമ്മുടെ ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതേത് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 24 ആണ്. ആർട്ടിക്കിൾ 24 ആണ് ബാലവേല നിരോധനം. ഇതും പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ സബ്സ്റ്റിറ്റ്യൂട്ട് അറേഞ്ച്മെൻറ്റ് മെയ്ഡ് ഫോർ സെൻട്രൽ പ്ലാനിംഗ് കമ്മീഷൻ ഈസ് നോൺ ആസ്. സെൻട്രൽ പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് വന്ന സബ്സ്റ്റിറ്റ്യൂട്ട് അറേഞ്ച്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെൻട്രൽ പ്ലാനിംഗ് കമ്മീഷന് പകരം വന്നതാണ് ഏത്? നീതി ആയോഗ്. സെൻട്രൽ പ്ലാനിംഗ് കമ്മീഷന് പകരം വന്നതാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ റോട്ട് ദ ഫേമസ് ബുക്ക് വി ദ പീപ്പിൾ. ബുക്സും ഓതേഴ്സും ചോദിക്കാറുണ്ട്. അതിൽ വി ദ പീപ്പിൾ എന്ന് പറഞ്ഞ ഫേമസ് ബുക്ക് ആരാണ് എഴുതിയത്? നാനി പാൽഖിവാല. നാനി പാൽഖിവാലയാണ് വി ദ പീപ്പിൾ എന്ന് പറഞ്ഞ ഫേമസ് ബുക്ക് എഴുതിയത്. അടുത്ത ക്വസ്റ്റ്യൻ, വന്ദേ മാതരം വാസ് എ സീരീസ് ഓഫ് ആർട്ടിക്കിൾ പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1907 ബൈ. വന്ദേ മാതരം എന്ന് പറയുന്ന സീരീസ് ഓഫ് ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തത് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? അർബിന്ദോ ഘോഷ്. ഔറോബിന്ദോ ഘോഷാണ് ആർട്ടിക്കിൾ ഓഫ് വന്ദേ മാതരം ഒരു സീരീസ് ഓഫ് ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തത്. ഔറോബിന്ദോ ഘോഷ്. അടുത്ത ക്വസ്റ്റ്യൻ, UNO കെയിം ഇൻ ടു ബീയിങ് ഇൻ ദ ഇയർ. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ഏത് ഇയറിലാണ് വന്നത്? 1945 അത് വന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹെഡ് ഓഫീസ് ഓഫ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഹെഡ് ഓഫീസ് എവിടെയാണ്? ജനീവയിലാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഹെഡ് ഓഫീസ്. ഇങ്ങനെ വേൾഡിലെ ഓരോ ഓർഗനൈസേഷൻസിൻ്റെയും ചോദിക്കാറുണ്ട് കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് പെർമനൻറ്റ് മെമ്പേഴ്സ് ഇൻ UN സെക്യൂരിറ്റി കൗൺസിൽ. UN സെക്യൂരിറ്റി കൗൺസിലിലെ പെർമനൻറ്റ് മെമ്പേഴ്സ് എത്ര പേരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? 5 പേരാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് പറഞ്ഞിരിക്കുന്നത് റിനൈസൻസി എന്നുള്ളതാണ്. റിനൈസൻസിൽ നമുക്കിപ്പോൾ ഓരോ ആളുകളുണ്ടാവുമല്ലോ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, അങ്ങനെയുള്ള ഓരോ റീഫോമേഴ്സിൻ്റെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ദ റീഫോർമർ ഹൂ ഫോംഡ് ദ സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം ഫോം ചെയ്ത റീഫോമർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? സാധുജന പരിപാലന സംഘം ഉണ്ടാക്കിയത് അയ്യങ്കാളിയാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വേൾഡ് ആൻറ്റി ടുബാക്കോ ഡേ. വേൾഡ് ആൻറ്റി ടുബാക്കോ ഡേ മെയ് 31 മെയ് 31 വേൾഡ് ആൻറ്റി ടുബാക്കോ ഡേ. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഇങ്ങനെയുള്ള ദിവസങ്ങളുടെ പ്രത്യേകതകളായിട്ട് അങ്ങനെ ഓരോ ഡേയ്സ് എന്നാണെന്നും നമ്മുടെ ഇതിൽ മിക്കവാറും ചോദിക്കാറുള്ളതാണ്. ഇപ്പോൾ ആൻറ്റി ടുബാക്കോ ഡേ എന്ന് പറയുന്നത് മെയ് 31. അടുത്ത ക്വസ്റ്റ്യൻ, പന്നിയൂർ ഈസ് കണക്റ്റഡ് വിത്ത് വിച്ച് ക്രോപ്പ്. പന്നിയൂർ ഏത് ക്രോപ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്? എന്താണ്? പെപ്പർ. ഓക്കെ, പെപ്പറുമായിട്ട് ബന്ധപ്പെട്ടതാണ് പന്നിയൂർ. ഹൂ ഗേവ് ദ കോൾ ഫോർ എവർഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിത്യഹരിത വിപ്ലവം, അതിന് തുടക്കം കുറിച്ചത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? MS സ്വാമിനാഥൻ. MS സ്വാമിനാഥനാണ് എവർഗ്രീൻ റവല്യൂഷൻ തുടക്കം കുറിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, വൈറ്റ് റവല്യൂഷൻ. വൈറ്റ് റവല്യൂഷൻ ഈസ് കണക്റ്റഡ് വിത്ത് വിച്ച് പ്രൊഡക്റ്റ് ഓഫ്. വൈറ്റ് റവല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? മിൽക്കുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. എന്ത്? വൈറ്റ് റവല്യൂഷൻ മിൽക്കിൻ്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നെഹ്റു ട്രോഫി ഈസ് റിലേറ്റഡ് ടു ഡാഷ് ഗെയിം. നെഹ്റു ട്രോഫി ഏത് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഏത് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബോട്ട് റേസ്, വെള്ളം കളിയായിട്ട് ബന്ധപ്പെട്ടതാണ് നെഹ്റു ട്രോഫി. അടുത്ത ക്വസ്റ്റ്യൻ, ടു വിച്ച് ഗെയിം ദിയോദർ ട്രോഫി ഈസ് റിലേറ്റഡ്. ദിയോദർ ട്രോഫി ഏത് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ദിയോദർ ട്രോഫി ക്രിക്കറ്റ് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ട്രോഫിയാണത്. അടുത്ത ക്വസ്റ്റ്യൻ, സാനിയ മിർസ ഈസ് ഫേമസ് ഇൻ. ഇതെല്ലാം പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സാനിയ മിർസ ടെന്നീസ്, എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത് ഇതിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ഒളിമ്പിക്സ് ഹെൽഡ് ഇൻ ദ ഇയർ. ആദ്യ ഒളിമ്പിക്സ് നടന്ന വർഷം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? BC 776 ആദ്യം ഫസ്റ്റ് ഒളിമ്പിക്സ് നടന്ന വർഷം. BC 776. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആർട്ട് ഓഫ് ഭരതനാട്യം വാസ് ഒറിജിനേറ്റഡ് ഇൻ ഡാഷ് സ്റ്റേറ്റ്. ഭരതനാട്യം ഒറിജിനേറ്റ് ചെയ്ത സ്റ്റേറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഭരതനാട്യം എവിടെയാണ്? തമിഴ്നാട്. കേരളത്തിൻ്റെ ആണെങ്കിൽ മോഹിനിയാട്ടമാണ്. ഇത് ഭരതനാട്യം. ഇത് മിക്കവാറും ചോദിച്ചിട്ടുണ്ട്. ഭരതനാട്യം ഓരോ സ്റ്റേറ്റുകളിലുള്ള ഓരോ ഡാൻസ് ഫോംസ് ഏതാണെന്ന്. ഇപ്പോൾ തമിഴ്നാടിൻ്റെയാണ് ഭരതനാട്യം, കേരളത്തിൻ്റെയാണ് മോഹിനിയാട്ടം, അങ്ങനെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യൻ ടൈം ആൻഡ് ഗ്രീനിച്ച് ടൈം ഈസ്. ഇത് സയൻസ് ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ ടൈമും ഗ്രീൻവിച്ച് ടൈമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? 5.5 മണിക്കൂറാണ്. 5 hours 30 minutes. 5.5 മണിക്കൂറാണ് ഇന്ത്യൻ ടൈമും ഗ്രീൻവിച്ച് ടൈമും തമ്മിലുള്ള ഡിഫറൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ pH വാല്യൂ ഓഫ് വാട്ടർ ഈസ് 7. 7 ആണ് വാട്ടറിൻ്റെ pH വാല്യൂ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കെമിക്കൽ നെയിം ഓഫ് സോൾട്ട്. എന്താണ് കെമിക്കൽ നെയിം? സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് എന്നാണ് കെമിക്കൽ നെയിം ഓഫ് സോൾട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ദ വൈറ്റമിൻ ദാറ്റ് ഗെറ്റ് ലോസ്റ്റ് വെൻ കുക്കിംഗ്. കുക്ക് ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? ഏതാണ് കുക്ക് ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നത്? വൈറ്റമിൻ സി. വൈറ്റമിൻ സി കുക്ക് ചെയ്യുമ്പോൾ നഷ്ടപ്പെടും. അടുത്ത ക്വസ്റ്റ്യൻ, ദ വൈറ്റമിൻ ദാറ്റ് ഹെൽപ്പ് ഫോർ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ കെ. വൈറ്റമിൻ കെ ആണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ റീസൺ ഫോർ കോൾഡ് ഈസ് എന്ന് വെച്ചാൽ ജലദോഷത്തിനെല്ലാം കാരണം ആരാണ്? ഇപ്പോൾ
ബാക്ടീരിയ, വൈറസ്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ജലദോഷത്തിന് കാരണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് കോൾഡിന് കാരണം? വൈറസ് കാരണമാണ് കോൾഡ് ഉണ്ടാവുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ട്രക്കോമ ഈസ് എ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ദാറ്റ് അഫക്റ്റ് യുവർ. ട്രക്കോമ എന്ന് പറയുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. അത് നമ്മുടെ ഏത് ശരീരഭാഗത്തിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? ഐനെ അഫക്റ്റ് ചെയ്യുന്നതാണ് ട്രക്കോമ എന്ന് പറഞ്ഞ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മുടെ മുൻവർഷങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇതെല്ലാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്